ഹായ് ഗായ്സ്, ഞാനൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിലൊരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊഞ്ച് നന്നായി വറുത്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. ഇത്ര എടുക്കാതെ നമ്മൾ കൊഞ്ച് വറുത്ത ചട്ടിയിലോട്ട് തന്നെ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി വരട്ടിയെടുക്കുക. അതിൻ്റെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഉള്ളി നന്നായി വെന്ത് വരും. എന്നിട്ട് ഉള്ളി ഒരു സൈഡിലോട്ട് ഒതുക്കുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. ആ എണ്ണയിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായി വരട്ടിയെടുക്കുക. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് തക്കാളി ഇടുന്നുള്ളൂ. എന്നിട്ട് അതിലോട്ട് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായി വരട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീനോട് തട്ടി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒരു പിഞ്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറി റെഡി. ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.